പിണറായി സർക്കാരിന് വീണ്ടും സുപ്രീം കോടതിയുടെ കനത്ത പ്രഹരം. പിൻവാതിൽ വഴിയുള്ള നിയമനത്തിനെതിരെ സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ്. 2018 CPM നേതാവും ചെങ്ങന്നൂർ MLA-യുമായിരുന്ന KK രാമചന്ദ്രൻ നായരുടെ മകനെ ആശ്രിത നിയമനം വഴി സർക്കാർ സർവീസിൽ തിരികെ കയറ്റിയ പിണറായി സർക്കാരിന്റെ നടപടിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 2021 തന്നെ ഈ നിയമനത്തെ ഹൈക്കോടതി റദ്ദു ചെയ്തിരുന്നു. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ഒന്നുകൂടി അംഗീകരിക്കുകയാണ് സുപ്രീം കോടതി. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഇതോടെ പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരിക്കുകയാണ്. MLA ആയിരുന്നത് കൊണ്ട് തന്നെ ആ MLA ആയിരുന്ന വ്യക്തിയുടെ മകന് ആശ്രിത നിയമനത്തിന് അർഹതയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. സർക്കാരിലെ ഉന്നതർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾക്കും അവരുടെ പിൻഗാമികൾക്കുമൊക്കെ സർക്കാർ ഉദ്യോഗങ്ങൾ ഇങ്ങനെ തീരെഴുതി കൊടുത്താൽ രാജ്യത്തെ, സംസ്ഥാനത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യമാണ് നേരത്തെ മുതൽ കോടതി ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് MLA ആയിരിക്കുന്നു, അയാൾ MP ആയിരിക്കുന്നു, അതിനുശേഷം അയാൾ മരണപ്പെട്ട ശേഷം അയാളുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള അർഹതയ്ക്ക്, ഇത്തരത്തിലുള്ള ജോലികൾക്ക് അർഹതയുണ്ടെങ്കിൽ കേരളത്തിലെ സാധാരണക്കാർ എന്തു ചെയ്യുമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി ചോദിച്ചത്. 2018 ഏറെ വിവാദമായ ഈ നിയമനം പിണറായി സർക്കാർ നടത്തുന്നത്. സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരം മന്ത്രിസഭയ്ക്ക് ഒരാളെ നിയമിക്കാൻ അധികാരമുണ്ടെന്നായിരുന്നു അന്ന് മുതൽ സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നത്. MLA ആയിരുന്ന KK രാമചന്ദ്രൻ നായർ അന്തരിച്ചപ്പോൾ മകൻ നിയമസഭാ സീറ്റ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ സർവീസിൽ ഒരു ഉദ്യോഗം നൽകി തൃപ്തിപ്പെടുത്തിയതെന്ന ആക്ഷേപം അന്ന് വലിയ തോതിൽ ഉയർന്നിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ R പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് അതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പൊതുമരാമത്ത് വകുപ്പിൽ കയറ്റുകയായിരുന്നു. ഈ നിയമനത്തിനെതിരെ നിരവധി ഹർജികൾ പിന്നാലെ ഹൈക്കോടതിയിലെത്തി. ഒടുവിൽ 2021 സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നിയമനം റദ്ദു ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. എത്രയും വേഗം R പ്രശാന്തിനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പിൻവാതിൽ നിയമനമാണ് ഇതെന്ന് ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു. ഒരാൾ MLA ആകുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയാകുന്നു, പിന്നീട് ആ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കും ചെറുമക്കൾക്കുമൊക്കെ ഇത്തരത്തിൽ പിൻവാതിൽ വഴി ആശ്രിത നിയമനം നൽകിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും? പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും, എന്തിനേറെ പറയുന്നു പഞ്ചായത്ത് മെമ്പർ വരെ അവരുടെ മക്കൾക്ക് ഇത്തരത്തിൽ ആശ്രിത നിയമനം വേണമെന്ന ആവശ്യം ഉന്നയിക്കും. ഇത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറും. പഠിച്ച് അഭ്യസ്തവിദ്യരായി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന നടപടിയാണ് ഇതെന്നും ഒരു തരത്തിലും ഈ നീക്കത്തെ അംഗീകരിക്കാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പിന്നാലെ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ നിയമനത്തെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാർ വാദിച്ചത്. ഇത് ആശ്രിത നിയമനമല്ല, എല്ലാ തരത്തിലുള്ള യോഗ്യത R പ്രശാന്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് R പ്രശാന്തിന് ഇത്തരത്തിലുള്ള ഒരു ജോലി നൽകിയതെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു. എന്നാൽ സുപ്രീം കോടതിയുടെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏത് അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് R പ്രശാന്തിനെ നിയമിച്ചത്? ആ ടെസ്റ്റിൽ ആരൊക്കെ പങ്കെടുത്തു? ആ ടെസ്റ്റിൽ പ്രശാന്തിന് കിട്ടിയ മാർക്ക് എത്ര? ആ ടെസ്റ്റിന് ശേഷം അഭിമുഖമുണ്ടായിരുന്നോ? അഭിമുഖത്തിൽ കൂടി പങ്കെടുത്ത ശേഷമായിരുന്നോ R പ്രശാന്തിന് നിങ്ങൾ സർക്കാർ സർവീസിൽ ജോലി നൽകിയത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലാതെ സബോർഡിനേറ്റ് സർവീസ് ചട്ടപ്രകാരം ഒരു വ്യക്തിക്ക് ജോലി നൽകാൻ ഈ ഒരു കടമ്പകളും കടക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയയും പാലിക്കാതെ ജോലി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഒടുവിൽ വിധിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ അധികാര ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്. അധികാരം കയ്യിലുള്ളപ്പോൾ എന്തു തോന്നിയവാസവും കാണിക്കാമെന്നുള്ള ഒരു സർക്കാരിന്റെ മസ്തകത്തിനേറ്റ അടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും വ്യാപകമായ പിൻവാതിൽ നിയമനമാണ് നടന്നിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ സർവീസിലേക്കുള്ള ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി സർക്കാരിലെ ഓരോ ജോലികളും തീരെഴുതി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടത്താൻ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല.
ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആ ഒഴിവുകളിലേക്ക് പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന സംവിധാനം, അതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ചെറിയ ഏതെങ്കിലും ജോലിയിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട പദവികളിൽ പോലും പാർട്ടിക്കാരെ, പാർട്ടി കൂറുള്ളവരെ, പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവരെ, പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെ, ഭാര്യമാരെ അല്ലെങ്കിൽ ചെറുമക്കളെയൊക്കെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനം, ഇത് ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും കേരളം കണ്ടതാണ്. അതിൻ്റെ കൂടി ഒരു ഭാഗമായിരുന്നു കെ രാമേന്ദ്രൻ നായരുടെ മകന് നൽകിയ ആശ്രിത നിയമനം. ആ നിയമനത്തിനെ റദ്ദു ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചതിലൂടെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നടപടി ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. ഇത്തരത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന എല്ലാ നിയമനങ്ങളും ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ നടന്ന തെറ്റായ നിയമനങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ അതെല്ലാം റദ്ദു ചെയ്യാനുള്ള അനുമതിയാണ് ഇതിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. അത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ നിയമപരമായി പരിശോധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇടതു ഭരണമിരിക്കുന്ന എല്ലായിടത്തും ഇത്തരം നിയമനങ്ങൾ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, വിവാദമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സംഭവം നമുക്കറിയാമല്ലോ. പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് കോർപ്പറേഷനിൽ നിയമിക്കാനുള്ള ആളുകളുടെ പട്ടിക തരാൻ ഒരു മേയർ പറയുന്നു. നിയമാനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു കോർപ്പറേഷൻ മേയർ, ആ കോർപ്പറേഷൻ മേയർ സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് പറയുകയാണ്, കോർപ്പറേഷനിൽ കുറേ ഒഴിവുകളുണ്ട്, അവിടെ നിയമിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി തരണം. അപ്പോൾ പാർട്ടി ഓഫീസിൽ എല്ലാം അടിയറ വയ്ക്കുന്ന നേതാക്കന്മാരും ഭരണവുമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ആശ്രിത നിയമനം. ആ ആശ്രിത നിയമനത്തിൽ യുക്തമായ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ മസ്തകത്തിൽ അടിച്ചിരിക്കുന്നു സുപ്രീം കോടതി. തെറ്റു തിരുത്തിയേ പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതി കർക്കശമായി പറഞ്ഞിരിക്കുന്നു. നിയമം നടപ്പിലാക്കേണ്ട രീതിയിൽ തന്നെ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും തൻപോരുമയ്ക്കും മുകളിലുള്ള കൊട്ട് തന്നെയാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പൊതുമരാമത്ത് വകുപ്പിൽ കയറ്റുകയായിരുന്നു. ഈ നിയമനത്തിനെതിരെ നിരവധി ഹർജികൾ പിന്നാലെ ഹൈക്കോടതിയിലെത്തി. ഒടുവിൽ 2021 സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നിയമനം റദ്ദു ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. എത്രയും വേഗം ആർ പ്രശാന്തിനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പിൻവാതിൽ നിയമനമാണ് ഇതെന്ന് ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു. ഒരാൾ MLA ആകുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയാകുന്നു, പിന്നീട് ആ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കും ചെറുമക്കൾക്കുമൊക്കെ ഇത്തരത്തിൽ പിൻവാതിൽ വഴി ആശ്രിത നിയമനം നൽകിയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും?